ഓക്കെ അല്ലേ? സൗണ്ട് കുഴപ്പമില്ലല്ലോ? ഇല്ല, ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലോസ് ഓഫ് എക്സ്പോണൻസ്, അതായത് കൃത്യംഗ നിയമങ്ങൾ. ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു 2-3 മോഡൽ തന്നെ എന്ത് ചെയ്യാണ്, അവര് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതായാലും ഇതിന്റെ കുറച്ച് റൂൾസ് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അത്? ഞാൻ ഇന്നൊരു ഉച്ച ടൈമില് ഗ്രൂപ്പിൽ ഞാനൊരു ഇമേജ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ആ റൂളും ഉണ്ട്, പിന്നെ ഓരോ നമ്പറും അതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളതും ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് അതൊന്ന് വേണമെങ്കിൽ ഞാനൊന്ന് എടുത്തുതരാം. ഇത് കാണുന്നുണ്ടല്ലോ നിങ്ങളെ? ഇത് അറിയോ? ഇതില് അതായത് ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാം. ഒന്നാമത് ഈ പവർ എന്താന്നുള്ളത്. ഒരു നമ്പറിന്റെ പവർ നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കും വിചാരിക്കുന്നത്. ഇപ്പം 3/2 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒന്ന് സ്പീഡ് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 3/2 എന്ന് ഉദ്ദേശിച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 3 എന്നുള്ളത് സ്ക്വയർ ആണ്. അതായത് 3-നെ അതേ നമ്പർ വെച്ച് തന്നെ, അതായത് 3-നെ 3 കൊണ്ട് തന്നെ 2 പ്രാവശ്യം ഗുണിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇപ്പൊ 4/3 എന്ന് വന്നാൽ അവിടെ മീൻ ചെയ്യുന്ന എന്താ, അർത്ഥാക്കുന്നത് എന്താണ്? 4 എന്നുള്ള നമ്പർ എത്ര പ്രാവശ്യം ഗുണിക്കുന്നത്? 3 പ്രാവശ്യം. 3 പ്രാവശ്യം ഗുണിക്കുന്നത്. അത് 4 എന്നുള്ള നമ്പറിനെ 3 പ്രാവശ്യം, അത് എത്ര പ്രാവശ്യം ഗുണിക്കണം എന്നുള്ളതാണ് മുകളിലിരിക്കുന്ന ഘാതം അല്ലെങ്കിൽ അതിന്റെ പവർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ ഓർത്തോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏതിന്റെ നമ്പർ, ഇപ്പം ഏത് നമ്പറിന്റെ ഘാതം 0 തന്നാൽ എല്ലാം ഒരേ നമ്പറാണ്. എന്താ? 5/0 അല്ലെങ്കിൽ 4/0, 1/0. അതെ, ഇത് ഒന്ന് ഓർത്തോക്കണം. ഇപ്പം ഏതിന്റെയും പവർ 0 ആയി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 1 ആണേ. ഓക്കെ, 0 അല്ല കേട്ടോ, 0 അല്ല, 1 ആണ് ഇതിന്റെ ഒക്കെ ആൻസർ. 5/0, 5 raised to 0 എന്ന് വെച്ചാൽ 1 ആണ്. അതിപ്പോ ഏതിന്റെ ആണെങ്കിലും, ഇപ്പൊ നിങ്ങളോട് വെറും നമ്പർ അല്ലാതെ ഇപ്പൊ x/0 എന്ന് ചോദിച്ചാലും അതിന്റെ ആൻസർ 1 തന്നെയാണ്. ഏതിന്റെ പവർ 0 തന്നാൽ എന്താണ്? 1 ആണ് ആൻസർ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ റൂൾസ് ആണ് പഠിക്കേണ്ടത്. ഈ റൂൾസ് അല്ല, അത് നോക്കണ്ട, അത് പേരൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ 2 നോക്കിക്കോളെ, ഇവിടെ ഒരു ജസ്റ്റ് ഞാനൊന്ന് പറയാം, നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരുന്നാൽ പ്രോബ്ലം ചെയ്യാൻ പെട്ടെന്ന് കഴിയും. ഇപ്പൊ 2 ഒരേപോലുള്ള നമ്പേഴ്സ്, അതിന്റെ പവറുകൾ വ്യത്യാസമുണ്ട്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആൻസർ കിട്ടുന്ന അതേ നമ്പർ എഴുതിയിട്ട് ആ പവറുകൾ തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി. ഇപ്പൊ എക്സാമ്പിൾ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇവിടെയുള്ള റൂൾസ് ഇങ്ങനെ പഠിച്ചെടുക്കുന്നത് നല്ലത്. എക്സാമ്പിൾ അതേപോലെ വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ 3/2 3/5 ഇവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളതാണ്. 3/2 3/5. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? 2 3 ആണ്, അപ്പൊ 3 തന്നെ വരും. ഗുണിക്കുമ്പോ മുകളിലുള്ള പവേഴ്സ് തമ്മിൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടുമാണ് വേണ്ടത്. അപ്പൊ 2 + 5 ചെയ്യണം. 3/7 ആണ് ആൻസർ വരിക. നോക്കെ, നിങ്ങളിവിടെ കാണുന്നില്ലേ? ഡൗട്ട് ഉണ്ടോന്നും പറഞ്ഞേ. അതിന്റെ റൂൾസ് അതേപോലെ പഠിച്ചു നോക്കട്ടോ. വേറെ ഇതിൽ കൂടുതലൊന്നും ഇതിൽ ചെയ്യാനില്ല. ഇപ്പൊ 3/2 3/5 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എത്രയായിരിക്കും? 3/7 ആയിരിക്കും. അതിന്റെ പവറുകൾ തമ്മിൽ എപ്പോഴും കൂട്ടുമാണ് വേണ്ടത്. ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 4/6 4/8 എത്ര ആൻസർ വരുന്നത്? 4/14. 4/14 വരും. അതായത് പവറുകൾ തമ്മിൽ കൂട്ടണം കേട്ടോ. ഇത് ഗുണിക്കുന്നതാണെങ്കിലും പവറുകൾ തമ്മിൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടുമാണ് വേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ല? നിങ്ങൾ നോക്കി ഇത് പറഞ്ഞ എത്ര പേരുണ്ട് ഇപ്പം? കുറച്ച് പേരേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇതിലിപ്പോ? ഇനി ഒരേപോലെ 2 ഹരിക്കുവാണെങ്കിൽ, ഇപ്പൊ 3/5 അതേപോലെ 3/2 തമ്മിൽ ഹരിക്കുവാണെങ്കിൽ ആ കിട്ടുന്ന അതിന്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ പവറുകൾ തമ്മിൽ എന്താ ചെയ്യേണ്ടത്?
കുറക്കുവാണ് വേണ്ടത്. നമ്മളിപ്പോ ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യാൻ ചെയ്തത്? പവർ തമ്മിൽ കൂട്ടിയതല്ലേ, കൂട്ടിയിട്ട് എഴുതിയ. ഇവിടെ ഇപ്പൊ ഹരിക്കുവാണെങ്കിൽ പവറുകൾ തമ്മിൽ എന്ത് ചെയ്യണോ? കുറക്കുവാണ് വേണ്ടത്. കുറക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, മുകളിലുള്ള ഏതാണ് പവർ, അതിൽ നിന്ന് താഴെയുള്ള പവറിന് കുറച്ചോണം. ഇവിടെ ഇപ്പം വന്നിട്ട് 3/5 3/2 അല്ലേ? സോ 5ന്ന് എത്ര കുറക്കണം? 2 കുറക്കണം. അപ്പൊ എത്ര ആൻസർ കിട്ടും? 3/3 എന്നുള്ള ആൻസർ കിട്ടും. ഇനി മൂന്നാമത്തെ റൂള്, അതായത് 2 പവറുകൾ തന്നാൽ, ഇപ്പൊ 3/2 അതും ഹോൾ റേസ് ടു 5 ഇങ്ങനെ തന്നാൽ എന്താ ചെയ്യണ്ടേ? ആ 2 പവറുകൾ തമ്മിൽ ഗുണിച്ചിട്ട് എഴുതണം. അപ്പൊ 2 5 ഗുണിച്ചിട്ട് 10 എന്ന് എഴുതാം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയണേ. 4/2 റേസ് ടു 4 ഇങ്ങനെ എഴുതി ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 4/2 റേസ് ടു 4 4/8 ആണ്. അതായത് പവറായിട്ട് 2 സംഖ്യകൾ പവറായിട്ട് വരുവാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒറ്റ എണ്ണാക്കിയിട്ട് എഴുതുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. റെഡി? ഇനി നാലാമത്തെ റൂള്, അതായത് 2 നമ്പർ, ഇപ്പൊ ഏതെങ്കിലും 2 നമ്പർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പുറത്ത് അതിനൊരു പവർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് മാറ്റി എഴുതാൻ പറ്റും. ഇപ്പൊ 3x4 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 3 സ്ക്വയറും 4 സ്ക്വയറും തമ്മിൽ എന്ത് ചെയ്യുന്നത്? ഗുണിച്ചതിന് തുല്യമാണ്. ഈ റൂളൊന്നും നമുക്ക് അത്രയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഉപയോഗിക്കേണ്ടത് ഈ ആദ്യത്തെ 3 റൂൾസ് ആവശ്യം വരും. പിന്നെ ഈ ആറാമത്തെ റൂള് നല്ലോണം ആവശ്യം വരും. ഇപ്പൊ 4ഉം 5ഉം ഒരേ സെയിം ആണ് കേട്ടോ. സെയിം എന്ന് വെച്ചാൽ സെയിം, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഒരു 2 നമ്പേഴ്സിന്റെ പവർ മൾട്ടിപ്പിൾ ആക്കിയിട്ട് പവർ എഴുതി കഴിഞ്ഞാൽ അതിങ്ങനെ പിരിച്ച് എഴുതാന്നുള്ളത് പോലെയാണ്. ഇപ്പൊ ഇവിടെ എത്താം a/b ഹോൾ റേസ് ടു എന്ന് പറയുന്നത് എന്താണ്? a/n ഡിവൈഡ് ബൈ b/n ആണ്. അതായത് 3/4 ഹോൾ സ്ക്വയർ കൊടുത്താൽ എന്ത് ചെയ്യാം? നമുക്കതിനെ 3 സ്ക്വയർ ഡിവൈഡ് ബൈ 4 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി ആറാമത്തെ കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നല്ലോണം ശ്രദ്ധിച്ചോണം. അതായത് ഏതെങ്കിലും 2 നമ്പർ a/b, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഇത് തന്നെ എടുക്കാം. 3/4 ഹോൾ റേസ് ടു ഒരു നെഗറ്റീവ് നമ്പർ തന്നാൽ, ഓക്കെ, ഹോൾ റേസ് ടു ഒരു നെഗറ്റീവ് പവർ തന്നാൽ അതിനെ പോസിറ്റീവ് പവർ ആക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? അതായത് അതിന് തുല്യമായിട്ടുള്ള ഒരു സംഖ്യ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ 3/4 നേരെ തിരിച്ചെഴുതിയാൽ മതി. 4/3 ആക്കി എഴുതണം. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ സംഖ്യ പോസിറ്റീവ് സംഖ്യയായിട്ട് മാറും. പവർ അപ്പൊ -2 എന്നുള്ള എന്തായിട്ട് മാറും? 2 എന്നായിട്ട് മാറും. ഇത് നല്ലോണം ശ്രദ്ധിച്ചോണേ. ഞാൻ 1-2 പ്രാവശ്യം ഒന്ന് പറയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെ. ഇപ്പം 1/2 ഹോൾ റേസ് ടു -3 ഇതിനെ എനിക്ക് മാറ്റിയിട്ട് പവർ 3 ആക്കിയിട്ട് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? ഇതിന്റെ ഉള്ളിലുള്ള 2ഉം 1/2 എങ്ങനെ മാറ്റിയിട്ട് എഴുതാം? 2/1 ഹോൾ റേസ് ടു എങ്ങനെ എഴുതാം? 3. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് പറഞ്ഞേ. അതായത് 1/2 എന്നുള്ളത് ഒരു നെഗറ്റീവ് പവർ വന്നു കഴിഞ്ഞാൽ, -3 നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അതിനെ 2/1 എഴുതിയിട്ട് ആ നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് സാധാ പവർ പോലെ ആക്കിയിട്ട് എഴുതുക. ഇത് രണ്ടും ഈക്വൽ ആണ്, ആ 2 നമ്പറും ഈക്വൽ ആണ്. അപ്പൊ ഞാൻ ഒരു അടുത്തൊരു നമ്പർ എഴുതാൻ പോണേ. 5/6 മൈനസ് എന്താണ് 4. ഇതിനൊന്ന് മാറ്റി എഴുതിയ നിങ്ങൾ. 5/6 - 4 മാറ്റി എങ്ങനെ എഴുതുക? 6/5 ഹോൾ റേസ് ടു 4. അതായത് ആ നെഗറ്റീവ് പവറിനെ പോസിറ്റീവ് പവർ ആക്കുവാൻ ഒന്ന് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ആ അംശം ചെയ്തോ. അതായത് നമ്മൾ വ്യുൽക്രമം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ വ്യുൽക്രമം എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അംശം ചെയ്തോ നേരെ എന്ത് ചെയ്യുക? തിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് മാറിയിട്ട് വരും. ഇവിടെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞൊരു എക്സാമ്പിൾ നോക്കിയത് കേട്ടോ നിങ്ങൾ. ഇതിപ്പോ ചിലപ്പോൾ 1/2 ഹോൾ റേസ് ടു -3 ഞാൻ മാറ്റിയപ്പോ വന്നത് 2/1 ഹോൾ റേസ് ടു 3 ആണ്. ശരിക്കും പറഞ്ഞാൽ 2/1 1/3 എന്ന് വെച്ചാൽ എന്താ? 1ന് ഏത് പവർ വന്നാലും ഇല്ലേ, ഇപ്പൊ 1/3 ആണെങ്കിലും 1/5 ആണെങ്കിലും 1/100 ആണെങ്കിലും ഒക്കെ അതിന്റെ ആൻസർ എന്ത് തന്നെയാ? 1 തന്നെയാണ്. കാരണം 1ഉം 1ഉം തന്നെ അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ താഴെയുള്ള 1/3 1ന് പവർ ഒന്നും കൊടുത്തില്ലെങ്കിലും ഇതിന്റെ ആൻസർ 2/3 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈക്വൽ തന്നെയാണ്. അതായത് 2/1 ഹോൾ റേസ് ടു 3 എന്നതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2/3 എന്ന് മാറ്റി എഴുതേ, ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾക്കറിയാം ഇപ്പൊ ഛേദത്തില് 1 നോർമലി നമ്മൾ 1 എന്ന് എഴുതാറില്ല. എന്നും കൂട്ടേണ്ട അവസരങ്ങളിലൊക്കെ വരുമ്പോ 1 എഴുതാറുള്ളൂ. ഇവിടെ ഇപ്പൊ 2/1 എന്ന് വെച്ചാൽ 2 തന്നെയാണ്. ഇപ്പൊ 2/1 ഹോൾ റേസ് ടു 3 എന്ന് വെച്ചാൽ നമുക്ക് 2ന് മാത്രമേ പവർ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. 2/3 എന്ന് വരും. ഞാൻ ഈ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഓപ്ഷനിൽ
ഇതിപ്പോ ഇങ്ങനെയൊക്കെ തന്നിട്ട് ചിലപ്പോൾ ഓപ്ഷനിൽ 2/3 എന്ന് കാണും. അപ്പൊ നിങ്ങൾ 2/1 all/3 നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഓപ്ഷനിൽ ചിലപ്പോൾ കാണില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഇത് രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആണെന്ന് നമുക്ക് കുഴപ്പമില്ല, 2/3 തന്നെ എന്ത് ചെയ്യാം, മാറ്റിയിട്ട് എഴുതാൻ പറ്റും. നോക്കി ഈ എടുത്തതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന് ഈ പറഞ്ഞ റൂൾസിൽ. ഇതാണ് കേട്ടോ അതിന്റെ ഓരോ റൂൾസിനും ഓരോ പേരൊക്കെ ഉണ്ട്. ആ പേരൊന്നും നിങ്ങൾ പഠിച്ചേക്കണ്ട. ഇതുമാണെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, വെക്കുന്നുണ്ടെ വെച്ചോ. ഇതാണ് ഒരു അതിന്റെ പേര് ഇതാണ്. പക്ഷേ മൂന്നാമത്തെ ഒന്നും കൂടെ ഒന്ന് പറയോ? ഏതിന്റെ എത്രാമത്തത്? മൂന്നാമത്തെ. ഇതിലുള്ള മൂന്നാമത്താണോ ഈ കാണുന്നതാണോ? അല്ല നേരത്തെ പറഞ്ഞതിന്റെ ഈ മൂന്നാമത്തെ ആണോ? അതെ. അതായത് ഈ പവറിന്റെ മുകളിൽ ഒരു പവർ കൂടി വന്നാൽ, 2 പവറായിട്ട് വന്നാൽ, ഇപ്പൊ 2/3 പിന്നെ all/5 ഇങ്ങനെയൊക്കെ വന്നാൽ, ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്, ആ പവറുകൾ തമ്മിൽ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒറ്റ സംഖ്യക്കിട്ട് എഴുതുക. ഇവിടെ 3ഉം 5ഉം ആണ്. അപ്പൊ 3ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് 15 എഴുതുക. ഇതിന്റെ ആൻസർ 2/15 ആണ്. അതായത് 2/3/5 എന്നുള്ളതിന്റെ ആൻസർ 2/15 ആണ് അതിന്റെ ആൻസർ. അതാണ് റൂള്. ഇപ്പൊ 2/3/5 ചിലപ്പോൾ ഇങ്ങനെ തരുവേ, ചിലപ്പോൾ ബ്രാക്കറ്റ് ഒന്നും നിങ്ങൾ അവിടെ കാണൂല. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 2/3/5 എന്ന് വെച്ചാൽ 2/3 എന്നാക്കിയിട്ട് എഴുതാം. 3 × 5 15. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെയാ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ വരുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് അധികം കാർഡ് കയറി ഇതിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതില് നിങ്ങൾക്ക് ചോദിക്കുന്ന 1-2 മോഡൽസ് ഉണ്ട്. ആ മോഡൽസ് തന്നെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇതിലൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, വേറെ പല മോഡൽ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. പക്ഷെ അതൊന്നും എന്ത് ചെയ്യണ്ട, നമുക്ക് എക്സ്പോണൻസിൽ വന്നിട്ട് 122 126 ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇത് ഈ ഒരു ടൈപ്പ് 42 നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതില്, ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. 3/2m+1 = 27 ആയാൽ എമ്മിന്റെ വില നോക്കട്ടോ. ഇതിലെ എക്സ്പോണൻസിൽ ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാല് നോർമലി ചെയ്യുന്ന വഴിയൊന്നും അറിയില്ലെങ്കിൽ ഇതുപോലെ എമ്മിന്റെ വില എന്നിന്റെ വില എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്തായാലും ആ വില ഓപ്ഷനിൽ ഉണ്ടാവും. ഓപ്ഷൻ ABCD അതിന്റെ വില കിടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആ ചെയ്യാൻ മറ്റ് രീതികളൊന്നും അറിയില്ലെങ്കിൽ എമ്മിന് ഇതിലുള്ള ഓരോ വില ഇട്ട് കൊടുക്കട്ടോ ആ എമ്മിന്റെ സ്ഥാനത്ത്. എന്നിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് എന്നാൽ മതി, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള വഴി അറിയില്ലെങ്കിൽ കേട്ടോ. ഞാൻ പറഞ്ഞാൽ ക്ലിയർ ആണോ? അതായത് എമ്മിന്റെ വില ഈ 1 2 3 4 എന്നുള്ളത് അവിടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ 27 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. റെഡി? ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാന്ന് പറയട്ടെ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുവേ. അതായത് ഏതെങ്കിലും ഒരു ഇത് ഞാൻ മാറ്റി എഴുതണം. നിങ്ങൾ ഇതിൽ വിസിബിൾ ആണോ ഇല്ലെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒന്ന് മങ്ങിയിട്ടുള്ളത് ഇതിന്റെ PDF. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണോ? കാണാൻ പറ്റുന്നുണ്ട്. 27-നെ 3ന്റെ കൃതിയാക്കി എഴുതുക. 3/3. അതെ. അതായത് ഇടത് സൈഡിലും വലത് സൈഡിലും ഇങ്ങനെ ഈക്വൽ ആയിട്ട് തന്നു കഴിഞ്ഞാൽ കേട്ടോ, ഇടത് സൈഡ് വലത് സൈഡ് ഒരു ഈക്വൽ ചിഹ്നമുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ ആണ് ചോദിക്കുന്നത്. ഇപ്പൊ M, N, അതേപോലെ K, X ഇതുപോലെ ചോദിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ നോക്കാം. ഇതിലിപ്പം 3 താഴെയുള്ള നമ്പറാണ് ഞാൻ പറഞ്ഞത്, ബേസ് നമ്പർ. താഴെ നമ്പർ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 27 ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എപ്പോഴും ചെയ്യേണ്ടത് ആ ചെറിയ നമ്പറിലേക്ക് ആ വലിയ നമ്പറിനെ മാറ്റേണ്ടി വരും. ആ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 27 ആണ്. 27നെ എന്തിലേക്ക് മാറ്റേണ്ടി വരും? ആ 3ന്റെ പവർ ആക്കിയിട്ട് എഴുതേണ്ടി വരും. അങ്ങനെ എഴുതാൻ പറ്റുന്ന രീതിയിലെ ക്വസ്റ്റ്യൻ തരും. അപ്പൊ ഞാനിവിടെ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതുന്നുണ്ടേ. ഞാൻ ഇങ്ങോട്ട് എഴുതാം. നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്
3^2m+1 അല്ലേ, ഈക്വൽ ടു 27. ഇങ്ങനെ തന്നിരിക്കുന്നത്. എന്നിട്ട് എമ്മിന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത് കേട്ടോ. ഈ ഒരു മോഡൽ ചോദിക്കാറുണ്ട്, ഇത് നന്നായി ശ്രദ്ധിച്ചോണേ. അപ്പൊ ഇതിനെ നിങ്ങൾക്കറിയാം ഈക്വൽ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടിനെയും ബേസ് ഒരേപോലെ ആക്കണം. ഇവിടെ 3 ആണുള്ളത്, ഇവിടെ 27 ആണുള്ളത്. അപ്പൊ ഏറ്റവും ചെറുത് നമ്പർ ഏതാണോ അതിന്റെ ബേസിലേക്ക് മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. 3^3m+1 അല്ലേ, അതോ 2m ആണോ ചോദ്യം? ഒരു മിനിറ്റ്, 3^2m+1 ആണ്. 2m+1 ആണ്, ഇത് തന്നെയാണ്. സോ ഇപ്പോ അപ്പൊ ഇതിനെ 27 നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഇനി 3ന്റെ പവറിലേക്ക് മാറ്റണം. അപ്പൊ 3^2m+1 ഞാൻ അതേപോലെ തന്നെ വെച്ചു. ഈ 27 എന്തിലേക്ക് മാറ്റണം? 3^3 എന്നാക്കിയിട്ട് എഴുതണം. അത് നിങ്ങൾ ക്യൂബ് പഠിച്ചു വെക്കണം. മിനിമം 5 വരെയുള്ള അതിന്റെ ക്യൂബ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതിന്റെ മുകളിലോട്ടുള്ളതും ചോദിക്കില്ല. 1ന്റെ ക്യൂബ് നിങ്ങൾക്കറിയാം 1 തന്നെയാണ്. 2ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ എത്രയാ? 8. 3ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ എത്രയാ? 27. 4ന് ഇത് ക്യൂബ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അത് തന്നെ മൾട്ടിപ്ലൈ എന്നാണ്, 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ആണ് അതേ നമ്പർ. 4ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ എത്രയാ? 64. 5ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 5 × 5 × 5 എത്രയാ? 125. ഇതൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വരെയുള്ള സ്ക്വയറും പഠിച്ചു വെക്കണം, 5 വരെയുള്ള ക്യൂബും പഠിച്ചു വെക്കണം എന്നുള്ളത്. കാരണം ക്യൂബ് ഇതുപോലുള്ള ക്വസ്റ്റൻസിൽ വരുമ്പോൾ നമുക്ക് ക്യൂബ് ആവശ്യം വരും. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസിൽ മിക്കവാറും ക്യൂബാണ് അവർ ചോദിക്കുക. അപ്പൊ ഏതെങ്കിലും സൈഡിൽ ചിലപ്പോൾ നിങ്ങൾ 64 കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് 4 ക്യൂബ് എന്ന് മാറ്റി എഴുതേണ്ടി വരും. സോ ഇവിടെ ഇപ്പൊ ഞാൻ 27 മാറ്റി 3^3 എഴുതിയ ക്ലിയർ ആണോ? അതായത് 3^3 ആണ് 27. അങ്ങനെ ബേസ് രണ്ടും സെയിം ആയാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ 2 ബേസും എന്താണ്? സെയിം ആണ്. താഴെ രണ്ടിടത്തിലും 3 ആണുള്ളത്. ആ പവറുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും. കാരണം ബേസ് ഈക്വൽ ആണെങ്കിൽ പവർ ഈക്വൽ ആയാലേ നമ്പർ തമ്മിൽ എന്ത് ചെയ്യും? ഈക്വൽ ആവും. അതായത് ഇവിടെ 3ഉം ബേസ് 2ഉം എന്താണ്? സെയിം ആണ്. 3 വരുന്നത്. അതിന്റെ അർത്ഥം മുകളിലുള്ള പവർ അതായത് 2m+1 എന്തിന് ഈക്വൽ ആയിരിക്കും? 3ന് ഈക്വൽ ആയിരിക്കും. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാലോ ഇപ്പോ എങ്ങനെ? നമ്മുടെ ഇക്വേഷൻസിൽ പഠിച്ചിട്ടുണ്ട്. എന്താ? ആദ്യം 1 അങ്ങോട്ട് കൊണ്ടുപോകാം വലത്തോട്ട്. അപ്പൊ 2m = 1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? 3 - 1. അപ്പൊ 2m = എത്രയാന്ന് കിട്ടുമോ? 3 1 കുറച്ചാൽ എത്രയാ? 2. ഇനി വീണ്ടും എന്ത് ചെയ്യാം? 2 വലത്തോട്ട് കൊണ്ടുപോകാം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന 2. അപ്പൊ വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ? 2 ഡിവൈഡ് ബൈ 2. 2 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1 എന്നുള്ള ആൻസർ കിട്ടും. അപ്പൊ എമ്മിന്റെ വാല്യൂ എത്രയാ? 1 ആണ്. നോക്കേ, ഈ ചെയ്ത ക്ലിയർ ആയ നോക്കേ. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡലാണ്. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഈ ഒരു ടൈപ്പ് ചോദിക്കും. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബേസ് രണ്ടും ഈക്വൽ ആക്കണം. അത് ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അതിലേക്ക് ആക്കിയിട്ട് മാറ്റണം നിങ്ങൾ. ഇവിടെ 3ഉം 27 നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം 27 നമുക്ക് 3^3 എന്ന് എഴുതാം. ഇനി വേറെ ഏതെങ്കിലും നമ്പർ തന്നിട്ട് 64 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്തോണോ 4^3 എന്നാക്കി എഴുതാൻ പറ്റുന്നതാണ് 64. 8 തന്നിട്ടുണ്ട് ഓർത്തോണോ 2^3 എന്ന് എഴുതാൻ പറ്റും 8ന്. ഇനി ബേസ് രണ്ടും സെയിം ആയാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? പവറുകൾ തമ്മിൽ ഈക്വേറ്റ് ചെയ്യാം. ഇതാണ് പവറുകൾ തമ്മിൽ ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണോ അത് കിട്ടും. ഇനി അങ്ങനെ ചെയ്യാൻ കിട്ടുന്നില്ല കേട്ടോ. ഇങ്ങനെ ഇൻ കേസ് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഓപ്ഷനിലുള്ള ഓരോ നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ എമ്മിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പൊ നോക്കിയേ 3^2m+1 എന്നുള്ളത്. ഞാൻ എമ്മിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ എമ്മിന്റെ സ്ഥാനത്ത് ഇവിടെ 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 2m ആണ്. 2 × 1 + 1. അപ്പൊ 3^2 × 1 എന്ന് വെച്ചാൽ 2 + 1 എന്ന് വെച്ചാൽ 3^3. നോക്കിയാ 3^3 ചെയ്ത് എത്രയാ? വലത് സൈഡിൽ 27 കിട്ടുന്നില്ല. കറക്റ്റ് അല്ലേ? സോ അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. ഓപ്ഷൻ BCD ഇടുമ്പോൾ എന്തില്ല, നമുക്ക് അതുപോലെ കിട്ടില്ല. ഇത് നോക്ക്, ഇത് പറഞ്ഞേ, ഇത് ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ നിങ്ങളത്. രാത്രി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒന്നുകൂടെ പറഞ്ഞു തരുമോ? ഇതില് ഞാൻ റൂൾ ഇതാണേ. അതായത് ബേസ് ഇവിടെ ഏതാണോ ബേസ് ഉള്ളത് നോക്കാം നിങ്ങൾ ആദ്യം. 3 ഉണ്ട് 27 ഉണ്ട്. 2ന് ഏറ്റവും ചെറുത് ഏതാ നോക്കാം. ഇതില് 3 ആണ് 2ല് ചെറുത്. അപ്പൊ 3ലേക്ക് മാറ്റണം. ആ 27ന് ചെറുതിലേക്ക് മാറ്റി എഴുതാം.
അപ്പൊ 27 എങ്ങനെയാ ചെറുതിലേക്ക് മാറ്റിയത്? 3 എന്ന് എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റുന്ന രീതിയിലേ അവർ തരൂ കേട്ടോ. അല്ലാത്ത രീതിയിലൊന്നും അവർ ക്വസ്റ്റ്യൻ തരില്ല. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 3^2m + 1 = 3^3 എന്ന് കിട്ടും. അപ്പൊ ബേസ് 2 ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയാം? അതിന്റെ അർത്ഥം പവർ 2 ഈക്വൽ ആണെന്നുള്ളതാണ്. ബേസ് 2 ഈക്വൽ ആണെങ്കിൽ പവർ 2 ഈക്വൽ ആണ്. അപ്പൊ പവറുകൾ തമ്മിൽ ഈക്വേറ്റ് ചെയ്യാം. 2m + 1 = 3 എന്ന് ഈക്വേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അതിൽ നിന്ന് എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന അറിയണേ നിങ്ങൾക്ക്. അതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന അറിയണമെങ്കിൽ എന്ത് ചെയ്യാം? എമ്മിന്റെ ഒപ്പമുള്ള നമ്പേഴ്സ് ഒക്കെ വലത്തോട്ട് കൊണ്ടുപോവാം. അപ്പൊ ആദ്യം 1 കൊണ്ടുപോവാം. അപ്പൊ 2m = 1 കൊണ്ടുപോകുമ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്ന, വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ചെയ്യണമെന്നാവും. അപ്പൊ 2m = 2 എന്ന് കിട്ടും. ഇനി വീണ്ടും എമ്മിന്റെ ഒപ്പം ഒരു 2 ഉണ്ട്. ആ 2നെ കൊണ്ടുപോകണം. അപ്പൊ m = ഇവിടെ ഗുണിക്കുന്ന 2. ഓൾറെഡി വലത്തെ സൈഡിൽ 2 ഉണ്ട്. ഈ 2 വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഹരിക്കണം എന്നാവും. സോ 2 ÷ 2 എന്ന് പറയുമ്പോൾ എത്രയാവും? 1. അപ്പൊ എമ്മിന്റെ വാല്യൂ എത്രയാന്ന് കിട്ടും? 1 എന്ന് കിട്ടും. നോക്ക്, ക്ലിയർ ആണോ ഇല്ലെന്ന് പറഞ്ഞേ. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് തന്നെ ശീലിക്കണം കേട്ടോ, എന്നാലേ കിട്ടൂ. പിന്നെ ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പൊ പോയിന്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 0.2 ⁴ എത്രയാണെന്നുള്ളതാണ്. എത്രയായിരിക്കും ആൻസർ വരുന്നത്? 0.2 ⁴. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്ര ആൻസർ വരിക? 0.60. ഇവിടെ നോക്കേ, ഇവിടെ എന്താ ചെയ്യുന്നത്? 0.2 ⁴ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? 0.2നെ 4 പ്രാവശ്യം കുടിക്കുക. 4 പ്രാവശ്യം 0.2 തന്നെ വെച്ച് ഗുണിക്കണം. 4 കൊണ്ട് ഗുണിക്കുന്നല്ലേ, 0.2 തന്നെ വെച്ചിട്ട് 4 പ്രാവശ്യം ഗുണിക്കണം. ഗുണിച്ചോ, നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഗുണിച്ചു നോക്കിയാൽ മതി. ആദ്യത്തെ 0.2 ഗുണിച്ചാൽ എത്ര വരിക? 0.04 അല്ലേ? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയും ഇവിടെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്ത് ചെയ്യണം? ആ 2 പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ വരും. ആണോ ഇല്ലയോ? അതൊക്കെ നിങ്ങൾ അറിയരേ. ഈ അവസരത്തില് എന്ത് ചെയ്ത് ഇതൊന്നും അറിയാത്ത കേസ് വരരുത്. നിങ്ങൾ അറിയില്ലെങ്കിൽ ഇപ്പേ പഠിച്ചു വെച്ചോണം. ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്ലിക്കേഷന്, ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡെസിമൽ നമ്പേഴ്സിന്റെയോ ഫ്രാക്ഷൻസിന്റെ. അപ്പൊ 0.2 മൾട്ടിപ്ലൈ 0.04. നോക്കിയാ അടുത്ത ഈ 0.04 0.2 മൾട്ടിപ്ലൈ ആണ്. എത്ര വരും? 2 × 4 8. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര വേണോ? 0.008. വീണ്ടും എന്ത് ചെയ്യാണ്? ഈ 0.008 രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. പോയിന്റ് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 8 2 മൾട്ടിപ്ലൈ ചെയ്താൽ 16 വരും. പക്ഷേങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 3 നമ്പറും ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറും ഉണ്ട്. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ വരണം? ടോട്ടല് 4 നമ്പർ വരണം. അപ്പൊ എത്ര വരും? 0.0016 ആണ് ഇതിന്റെ ആൻസർ വരിക. ക്ലിയർ ആണോ? പറഞ്ഞേ. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 0.2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കാം. അതായത് 4 പോയിന്റ് കഴിഞ്ഞിട്ട് നോക്കിയാ 1 2 3 4 സംഖ്യ വരണം. അങ്ങനെ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സംഖ്യ വരുന്ന രീതിയിൽ 2 2 2 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 × 2 4, 4 × 2 8, 8 × 2 16. അപ്പൊ 16 വരണം. പിന്നെ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സംഖ്യ വരണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇടുക? 0.0016. ആ രീതിയിൽ നമുക്ക് ഇടാൻ പറ്റും. ഇതാ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ 35ാമത്തെ ക്വസ്റ്റ്യൻ 2/3. ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി ചെയ്യുന്നുണ്ടേ. 2/3 ഇതൊക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 2/3 ⁻⁻ x - 1 ഈക്വൽ ടു തന്നിരിക്കുന്നത് 3/2 ⁻⁻ x - 3. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്രയാണെന്ന് ചോദിക്കുന്നത്. എക്സിന്റെ വില എത്രയാന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കത്തണം. എന്താ ഇത് കാണുമ്പോ?
ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു കേസ് അല്ല. തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, നമ്മൾ 3/3 27 ചെയ്യുന്ന ഇവിടെ ഉള്ള ഒന്ന് 2/3 ആ. നിങ്ങൾ മറ്റേ സൈഡ് വലത് സൈഡ് എടുത്ത് നോക്കുമ്പോൾ നോക്ക്, അത് 3/2 ആയി. ഇങ്ങനെ ഒരു റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് രണ്ടും സെയിം ആക്കാൻ നമുക്കിപ്പോ അറിയാം. 2/3 എന്നുള്ളത് 3/2 എന്നുള്ളത് ഒരേപോലെ ആക്കാം. ഒരേപോലെ ആക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതായിരുന്നു? പവർ അപ്പുറം കൊണ്ടുപോവാ. പവറിന്റെ സൈന് മാറ്റുക. നമ്മൾ നേരത്തെ -2 ഇപ്പൊ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞപ്പോ നോക്കി, 1/2 all raised to -2 എന്നുള്ളത് നമ്മൾ എങ്ങനെ മാറ്റിയത്? 2/1 എന്ന് മാറ്റിയത്. അതായത് മുകളിലുള്ളതിന്റെ സൈന് മാറ്റി, അതാണല്ലോ ചെയ്തത്. ഇവിടെ പക്ഷെ മുകളിൽ 2 നമ്പർ ഉണ്ട്. നിങ്ങൾ നോക്കി, വലത് സൈഡിലാണ് x-3 എന്നുള്ള 2 അല്ല, x ഉണ്ട് -3 ഉണ്ട്. അപ്പൊ അത് രണ്ടിന്റെ എന്ത് ചെയ്താൽ മതി? സൈന് മാറ്റിയാൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഇടത് സൈഡിൽ ഒന്നും മാറ്റുന്നില്ലേ, ഇടത് സൈഡിലെ 2/3 തന്നെ എഴുതുന്നുണ്ട്. 2/3 all raised to x-1 ഈക്വൽ ടു ഈ 3/2 എന്നുള്ള എനിക്ക് എങ്ങനെ മാറ്റിയതാ? 2/3 എന്ന് മാറ്റിയതാ. പക്ഷെ പവർ എന്ത് ചെയ്താൽ മതി? അതിന്റെ സൈന് മാറ്റിയാൽ മതി. ഇവിടെ ഇപ്പൊ x എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവാ. 3 എന്ന് പറയുന്നത് നെഗറ്റീവും അല്ലെ. എക്സിന്റെ ഓരോന്നിന്റെ തൊട്ട് മുമ്പിലുള്ള സൈൻ ഏതാന്ന് നോക്കിയാൽ മതി. എക്സിന്റെ മുന്നിൽ ഒന്നുമില്ല, അതുകൊണ്ട് പോസിറ്റീവ് ആണ്. 3യുടെ മുന്നിൽ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ രണ്ടിന്റെ സൈന് മാറ്റി എങ്ങനെ ഉണ്ടാവും? അത് എങ്ങനെയാ ഉണ്ടാവുക? സൈന് മാറ്റിയാല് 3 - x. അതെങ്ങനെയാ വന്നത്? 3 - x എന്ന് എങ്ങനെയാ വന്നത്? എക്സ് പോസിറ്റീവ് ആണ്. 3/2 എക്സ് പോസിറ്റീവ് ആണ്. അപ്പൊ താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ സൈന് മാറുമ്പോൾ എന്താവും? -x ആവും. 3 എന്നുള്ളത് മൈനസ് ആണ്, അതിന്റെ സൈന് മാറുമ്പോൾ അത് പോസിറ്റീവ് ആവും. അപ്പൊ +3 ആയി. അപ്പൊ അത് കമ്പൈൻഡ് ആയിട്ട് എഴുതുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? 3 - x എന്ന് എഴുതാം. ഓക്കെയാ? പറഞ്ഞേ, ക്ലിയർ ആണോ ഇല്ലെന്ന് പറഞ്ഞേ. സാർ ഇതൊന്നുകൂടെ പറയോ? ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താന്നുള്ളത് ആദ്യം മനസ്സിലാവണം. ഒന്ന്, ഈ നമ്പേഴ്സിലെ 2/3 എന്നുള്ളതും 3/2 എന്നുള്ളതും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഇത് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏത് റൂളാണ്, ഏത് റൂൾ അറിയാവുന്നതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇതാ ഈ റൂൾ അറിയാവുന്നതാണ്. a/b all raised to n. ഇപ്പൊ 3/4 raised to n എന്നുള്ളതില്ലേ, 3/4 raised to -2. അതെങ്ങനെയാണ് മാറ്റി എഴുതിയത്? 4/3 raised to 2. അതായത് ഇവിടെ ഇപ്പൊ ഒറ്റ സംഖ്യയേ ഉള്ളൂ, ഒറ്റ ഒരു നമ്പറേ ഉള്ളൂ, -2 എന്നുള്ള ഒരു നമ്പർ മാത്രം. അതായത് എങ്ങനെയായാലും എത്ര നമ്പർ ഉണ്ടെങ്കിലും ഈ 3/4 എന്നുള്ള എനിക്ക് 4/3 എന്ന് മാറ്റി എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പവറിലുള്ള ചിഹ്നം മാറ്റുകയാണ് വേണ്ടത്. നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആകും. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പം എന്താണെന്ന് വെച്ചാല് 3/2 all raised to -5. ഇത് എനക്ക് എങ്ങനെ മാറ്റി എഴുതാ? 3/2 എന്നുള്ള മാറ്റി 2/3 എന്ന് എഴുതാം. അപ്പൊ എന്ത് വരും? മുകളിലുള്ളതിന്റെ സൈന് മാറും. സൈൻ എന്ന് മാറിയിട്ട് എന്തായിട്ട് മാറും? അത് 5 എന്നാവും. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു നമ്പർ ആയതുകൊണ്ട് ഞാൻ വേറെ ഒരു എക്സാമ്പിൾ എഴുതാണേ. ഇപ്പൊ 4/3 all raised to 3 - 5 ഇങ്ങനെ ആയിക്കോട്ടെ കേട്ടോ. അത് നിങ്ങൾ ചുരുക്കി എഴുതൊന്നും വേണ്ട, ഇതിങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് അങ്ങനെ മാറ്റിയതെന്നുള്ള ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ 4/3 all raised to 3 - 5 എന്നുണ്ട്. അപ്പൊ ഇത് മാറ്റി എഴുതുമ്പോൾ ഞാൻ എങ്ങനെ മാറ്റിയെന്ന് അറിയാം. 4/3 എന്നുള്ളത് നേരെ തിരിച്ച് 3/4 എന്ന് എഴുതാം. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പവറിലുള്ള ഇവിടെ നോക്ക്, ഇവിടെ ഇപ്പൊ 2 സംഖ്യകളുണ്ട്. ഒരു 3 ഉണ്ട്, ഒരു -5 ഉണ്ട്, ഒരു +3 ഉണ്ട്, ഒരു -5 ഉണ്ട്. അപ്പൊ -5 എന്താക്കി മാറ്റണോ? +5 ആക്കി മാറ്റണം. 3 ഇവിടെ ഇപ്പൊ +3 ഉള്ളത് നമ്മൾ തിരിച്ച് എഴുതിയോണ്ട് -3 എന്നാകാം. അപ്പൊ ഇത് 5 - 3 എന്നായിട്ട് മാറും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ഇങ്ങനെ മാറ്റിയതാ. നമ്പർ 4/3 എന്നുള്ള 3/4 ആകുമ്പോൾ പവറുകളുടെ എന്തായിട്ട് മാറും? പവറുകളുടെ ആ ഒരു സൈന് മാറും. അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, നമ്മളിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ഈ ഭാഗം കറക്റ്റ് ആണ്. ഈ ഭാഗത്ത് ഞാനൊരു മാറ്റം വരുത്തുന്നില്ല. വലത് ഭാഗത്തുള്ള 3/2 എന്നുള്ളതിനെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു? 2/3 എന്ന് എഴുതി. പക്ഷെ എനിക്ക് 2/3 എന്ന് എഴുതുമ്പോൾ എന്ത് ചെയ്യണോ? ഇതിന്റെ പവറിലുള്ള x-3 ഇല്ലേ, അതിനെ എനിക്ക് മാറ്റിയിട്ട് എന്താക്കി എഴുതാ? 3 - x എന്നാക്കിയിട്ട് എഴുതണം. കാരണം x ഇവിടെ പോസിറ്റീവ് ആണ്, അപ്പൊ നെഗറ്റീവ് ആവണം. നമുക്ക് താഴെത്തുമ്പോൾ നെഗറ്റീവ് ആയിട്ടുണ്ട്. എനിക്ക് -3 എന്നുള്ളത് താഴെത്തുമ്പോൾ +3 ആയിരിക്കണം, എങ്കിലേ മാറ്റാൻ പറ്റും. അപ്പൊ +3 ആയിട്ടുണ്ട്, 3 - x എന്നായി. ഇനി ഇങ്ങനെ മാറ്റിയത് കൊണ്ട് നോക്ക്, അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പിൽ നോക്കിയത് രണ്ടിന്റെ ബേസ് സെയിം ആയി അല്ലെ. ഇവിടെ 2/3 ആണ്, ഇവിടെ 2/3 ആണ്. അപ്പൊ പവറുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും.
ഞാൻ പറഞ്ഞു ബേസ് സെയിം ആണെങ്കിൽ പവർ ഈക്വൽ ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താ? എക്സ് മൈനസ് 1 എന്നുള്ളത് എന്തിന് ഈക്വലാ? 3 മൈനസ് എക്സിന് ഈക്വലാ. ഇതെങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇനി എക്സ് ഒക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോവാം, നമ്പേഴ്സ് ഒക്കെ ഒരു സൈഡിലും മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പൊ ഇവിടെ മൈനസ് എക്സ് ഉണ്ട്, മൈനസ് എക്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പൊ എങ്ങനെയായിട്ട് മാറും? എക്സ് മൈനസ് എക്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എക്സ് പ്ലസ് എക്സ്. അതേ ടൈമിൽ തന്നെ ഞാൻ മൈനസ് 1നെ വലത്തോട്ട് കൊണ്ടുപോവാണേ. മൈനസ് 1നെ വലത്തോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? പ്ലസ് 1. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാണേ. ഒറ്റ സ്റ്റെപ്പിൽ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ടേ. മൈനസ് 1നെ വലത്തോട്ട് കൊണ്ടുപോയി മൈനസ് എക്സിനെ എന്ത് ചെയ്തു? ഇടത്തോട്ട് കൊണ്ടുപോകും. അപ്പൊ രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ഓരോ സൈഡിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവ് ആവും. എക്സും എക്സും കൂട്ടി എത്രയാ? 2x. 3 ഒന്ന് കൂട്ടി എത്രയാ? 4. 2x 4 ആണെങ്കിൽ എക്സ് എത്രയാ? 2 4/2. അതായത് ആ 2 മൾട്ടിപ്ലൈ ചെയ്യുന്ന 2 എന്ത് ചെയ്യാ? വലത്തോട്ട് കൊണ്ടുപോവാ. അപ്പൊ 4/2 എന്ന് വരും. 4/2 അതിന്റെ ആൻസർ 2 എന്ന് കിട്ടും. എക്സിന്റെ വില ഇവിടെ 2 എന്ന് കിട്ടും. ഏതിന്റെ? നമ്മുടെ ഈ ക്വസ്റ്റ്യൻ, ഈ കണ്ട ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷനിലുള്ള നമ്പേഴ്സ് എടുത്തിട്ട് പോവാം. ഓപ്ഷനിലെ നമ്പേഴ്സ് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഏതൊക്കെ ചെയ്യണമെന്ന് അറിയാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ്, അതായത് ഏറ്റവും ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സോ അതേപോലെ 1, 2, 3 ഒക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ ആദ്യം ചെയ്യാം കേട്ടോ. കാരണം അതിലൊക്കെ ആൻസർ പെട്ടെന്ന് ചിലപ്പോൾ കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഈ എക്സ്പോണൻസിൽ പെട്ടെന്ന് കിട്ടുന്ന രീതിയിലാണ് അവർ തരുക. അപ്പൊ ഇപ്പൊ 1 കൊടുത്തു നോക്കും ഇവിടെ എക്സിന്റെ സ്ഥാനത്ത്. ഇപ്പൊ 2/3 ഓൾ റൈസ് ടു എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ 1 കൊടുത്താൽ എന്തായി പോകും? 1 മൈനസ് 1 0 ആവും. അത് ഈക്വൽ ആണോ നോക്കി നോക്കാം. ഇവിടെ 1 കൊടുത്ത് നോക്കി നിങ്ങൾ 3/2 ഓൾ റൈസ് ടു ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ എന്താവും? 1 മൈനസ് 3 എന്നാ വരിക. 1 മൈനസ് 3 വെച്ചിട്ടാ -2. ഇത് തുല്യാണോ? ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് തുല്യമല്ല. കാരണം 2/3 0 റൈസ് ടു 0 എന്ന് വെച്ചാൽ 1 ആണ്. ഞാൻ പറഞ്ഞു എല്ലാത്തിന്റെ പവർ 0 ആയാൽ 1 ആണ് ആൻസർ വരിക. ഇതൊരിക്കലും 1ന് തുല്യമല്ല ഇത് തന്നിരിക്കുന്നത് 3/2 ഓൾ റൈസ് ടു 2 എന്നുള്ളത്. അപ്പൊ അത് എല്ലാം എന്നുള്ളത് അവർക്ക് കിട്ടും. പിന്നെ നിങ്ങൾ എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട നമ്പർ രണ്ടാമത്തെ നമ്പറാണ്. അതായത് ഓപ്ഷൻ ഡി ഉള്ള 2 ആണ് എടുത്തിട്ട് പോകേണ്ടത്. 2 എടുത്തിട്ട് പോകുമ്പോൾ കറക്റ്റ് ആൻസർ ഇവിടെ കിട്ടും. എങ്ങനെയാണെന്ന് അറിയാം നോക്കി. 2/3 ഓൾ റൈസ് ടു എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ 2 കൊടുത്തേ. 2 മൈനസ് 1 വരും എന്ന് വെച്ചാൽ എത്രയാ? 1. അടുത്ത ഇവിടെ 3/2 ഓൾ റൈസ് ടു ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുത്തേ. 2 മൈനസ് 3 എന്ന് വരും. 2 മൈനസ് 3 എന്ന് വെച്ചാൽ എത്രയാ? 2 മൈനസ് 3 വെച്ചാൽ -1. ഇത് കറക്റ്റ് അല്ലേ? ഇത് നോക്കി നിങ്ങൾ, ഇത് കറക്റ്റാ. 2/3 എന്ന് പറയുന്നത് എന്താണ്? 3/2 റേസ്റ്റ് -1 നമുക്ക് അങ്ങനെ മാറ്റിയതാ. 2/3 മതി. 2/3 റേസ്റ്റ് 1 അല്ലെ 2/3 റേസ്റ്റ് 1 അല്ലെങ്കിൽ 2/3 മാത്രം എന്ന് എഴുതാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ സോൾവ് ചെയ്തിട്ട് കിട്ടാത്ത പ്രോബ്ലം എങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഓപ്ഷൻ എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. ഏകദേശം പെട്ടെന്ന് കിട്ടും. കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള നമ്പർ എടുത്തിട്ട് ആദ്യം ചെയ്യണ്ട. എപ്പോഴും 1, 2, 3 ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് എപ്പോഴും ചെയ്യട്ടോ. അത് തന്നെ ആൻസർ കിട്ടും ഇങ്ങനത്തെ എല്ലാ ഏകദേശം കേസിൽ. ഇനി കിട്ടാത്ത കേസിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്ഷൻ ഡിയും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 1/2 ഇട്ടിട്ട് എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. 3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. ഇപ്പൊ നോർമലി ഇതിന്റെ പറഞ്ഞ മെത്തേഡ് മനസ്സിലാക്കി നിങ്ങൾക്ക്? നോർമലി സോൾവ് ചെയ്യുന്നത് ഇതിന്റെ ഒക്കെ ബേസ് സെയിം ആക്കുവാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ബേസ് എല്ലാത്തിന്റെ സെയിം ആക്കണം. ബേസ് സെയിം ആക്കാൻ എന്താണോ നമുക്ക് പറ്റുന്ന മെത്തേഡ് ആ മെത്തേഡിൽ എന്ത് ചെയ്യണം? ചെയ്തോണം. ബേസ് സെയിം ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നോക്കാം. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ. ഇതൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ഡിഫിക്കൽട്ടി ഒന്നുമില്ല. ചിലപ്പം നിങ്ങൾ ശ്രദ്ധിച്ചില്ല ചില കേസിലൊക്കെ തെറ്റും ഇങ്ങനെയുള്ള ആൻസർ. കാരണം ഓപ്ഷൻ തന്നിരിക്കുന്നൊക്കെ ട്രിക്കി ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഇപ്പൊ നമുക്ക് റൂട്ട് 36 എന്ന് വെച്ചാൽ എത്രയാ? റൂട്ട് 36 6 പ്ലസ് റൂട്ട് 25 5. അത് കൂട്ടിക്കഴിഞ്ഞാൽ റൂട്ട് n കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വില എത്ര? 11. അതായത് 6 + 5 നമുക്കറിയാം 11 ആണ്. 11 ഈക്വൽ ടു റൂട്ട് n.
അതായത് ഏത് സംഖ്യയുടെ റൂട്ടാണ് 11 കിട്ടുക എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. ഏത് സംഖ്യയുടെ റൂട്ടാ? 121. അപ്പൊ ഇതിൽ ശ്രദ്ധിച്ചോണം, ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓപ്ഷൻ എ എന്ന് പറഞ്ഞിട്ട് അവർ 11 തരും. അപ്പൊ കുറച്ചു പേരൊക്കെ 11 ചാടിയിട്ട് എന്ത് ചെയ്യും, അവിടെ കുത്തും. 11 നല്ല റൂട്ടൊന്നും ശ്രദ്ധിക്കാതെ പോകുമ്പോൾ 11 കുത്തും. അപ്പൊ എന്താവും, ആൻസർ തെറ്റും. അല്ലാതെ ഇതിലിപ്പം തെറ്റാനുള്ള ചാൻസ് ഒന്നുമില്ല. കാരണം 11 റൂട്ട് 121ന്റെ എന്താണ് 121ന്റെ റൂട്ടാണ് 11 എന്നുള്ളത് കിട്ടും. കാരണം വേറെ ഒന്നും ഓപ്ഷനിൽ മാച്ച് ആകുന്നൊന്നും ഇല്ല ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ സ്ക്വയേഴ്സ് പഠിച്ചോണേ. സ്ക്വയേഴ്സ് 20 സ്ക്വയേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. 198 അടുത്തത്. ഇത് നോക്കി 45. ഇതും ഒരു ഇടയ്ക്കൊരു ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2^21 പ്ലസ് 2^21 ഈക്വൽ ടു 4 ആയാൽ എക്സിന്റെ വില എന്ത്? ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ എന്താ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും ബേസ് സെയിം ആക്കുക വേണ്ടത്. പക്ഷെ ഇവിടെ രണ്ടും ഒരു കൂട്ടണം എന്നുള്ള നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതൊക്കെ എന്ത് ചെയ്യണം, ഇതൊക്കെ ഫുള്ളായിട്ട് ചെയ്യണം. ഇത് നല്ലോണം ഓർത്ത് വെച്ചോളെ. ഇതുപോലെ വന്നാൽ ഇപ്പൊ ഒരേ നമ്പർ തന്നെ കൂട്ടുന്ന രീതിയിൽ വന്നാൽ ഇപ്പൊ 2^21 പ്ലസ് 2^21 ഇത് നമ്മൾ കൂട്ടി എന്താ ഉണ്ടാവുക? ഇത് രണ്ടും കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി നിങ്ങൾ പറ. ഇപ്പൊ രണ്ട് നമ്പേഴ്സ്, ഇപ്പൊ 4 + 4 ഇത് കൂട്ടുന്നതിന് പകരം എനിക്ക് എങ്ങനെ ചെയ്യാം ഇതിന്റെ ആൻസർ കിട്ടാൻ? 4 × 2. 4 × 2. അതായത് രണ്ട് നമ്പർ കൂട്ടുന്നുള്ള ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം എന്താ? 2 കൊണ്ട് ഗുണിക്കുന്നതാണ്. അതേ നമ്പർ 2 കൊണ്ട് ഗുണിക്കുന്നതാണ് അതിന്റെ മീനിങ് കേട്ടോ. എപ്പോഴും ഓർത്തോക്കണേ. രണ്ട് നമ്പേഴ്സ് ഇങ്ങനെ കൂട്ടുവാണ്, 4 + 4 അല്ലെ 10 + 10. അങ്ങനെ രണ്ട് നമ്പേഴ്സ് കൂട്ടുന്നുള്ളത് ശരിക്കും ഉദ്ദേശിക്കുന്നത് ആ ഒരു നമ്പറിനെ 2 പ്രാവശ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ, അതിന്റെ ഇരട്ടി എടുക്കുവാണ്. സോ അതേ റൂള് തന്നെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏത് 2^21 2^21 കൂടിയും കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടും എന്താ? 2 × 2^21. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണോ? ആ റൂൾ അപ്ലൈ ചെയ്യണം. നമ്മൾ ആദ്യം പഠിച്ച റൂൾ ആദ്യം പഠിച്ച റൂൾ എന്തായിരുന്നു? ഒരേ ബേസുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരുന്നു? ഇവിടെ 2 എന്ന് വെച്ചാൽ 2^1 ആണേ, അത് മറന്നു വരുത്തേ. 2 എന്ന് വെച്ചാൽ 2^1. അപ്പൊ 2^1 2^21 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക? 2^22. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു റൂൾസ് പഠിക്കുന്നത്. ഇതാണ് നമ്മളെ ഫസ്റ്റ് റൂൾ. അത് ഒരേ ബേസുള്ള രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പവറുകൾ തമ്മിൽ കൂട്ടാൻ വേണ്ടത്. നമ്മൾ ഇവിടെ അതേ ചെയ്തിരിക്കുന്നത്. ഒരേ ബേസുള്ള രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, പവറുകൾ തമ്മിൽ കൂട്ടുവാണ്. 21 1 കൂട്ടി അപ്പൊ എത്ര? 22. അപ്പോ ഈ നമ്പറിനെ നമ്മൾ മാറ്റിയിട്ട് എന്താക്കി ചെയ്യുന്ന അറിയോ? ഞാൻ ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട്, വലത് സൈഡിൽ ചെയ്യുന്നുണ്ട്. 2^22 എന്ന് മാറ്റി എഴുതി. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി? 2^24 ഈക്വൽ ടു 4x എന്നായിട്ട് മാറി. ഇനി നമുക്ക് ഈക്വേറ്റ് ചെയ്യാം. കാരണം ഇനി ഇവിടെ ഒന്നും ഇല്ല. ഇനി ഇത് രണ്ട് ബേസ് സെയിം ആക്കിയാൽ മാത്രം മതി. അപ്പൊ ബേസ് സെയിം ആക്കാൻ എന്തായിരുന്നു നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്ന റൂൾ എന്താ? 2^2x. ആ 4ന്, അതായത് ഇവിടെ ഇപ്പൊ 2 ഉണ്ട് 4 ഉണ്ട്. അപ്പൊ 2നെ 4നെ എന്തിലേക്ക് മാറ്റാം? ഏറ്റവും ചെറുത് ഏതാ നോക്കാം നിങ്ങൾ. 2 ചെറുത്. 4നെ 2ലേക്ക് മാറ്റാം. അപ്പൊ 2^22 അവിടെ തന്നെ വെച്ചിട്ട് 4നെ മാറ്റിയിട്ട് എന്താക്കുക? 4നെ മാറ്റിയിട്ട് 2^2 എന്ന് എഴുതും കേട്ടോ. 2^2 എന്ന് എഴുതിയിട്ട് പവർ x കൊടുക്കും. ഓക്കെ, അപ്പൊ 2^22 ഈക്വൽ ടു, ഇത് നമ്മൾ പഠിച്ച റൂളാ. എന്ത്? a⁻m⁻n. അതായത് ഞാൻ പറഞ്ഞു നേരത്തെ ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒന്നിന്റെ പവർ അതിന്റെ മുകളിൽ വേറൊരു പവർ. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതാ? ആ മുകളിലുള്ള രണ്ട് പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2^2x എന്ന് കിട്ടും. ഇതോടെ കഴിഞ്ഞ് നമ്മൾ ആൻസർ കിട്ടി. കാരണം എന്താ? ബേസ് 2 സെയിം ആയി. ബേസ് 2 സെയിം ആയല്ലോ, 2 ആയി ഇവിടെയൊക്കെ. അപ്പൊ പവർ സെയിം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബേസ് 2 ഈക്വൽ ആണ്, പവർ ഈക്വൽ ആയിരിക്കും. അതിന്റെ അർത്ഥം 2x എന്ന് പറയുന്നത് എത്രക്ക് ഈക്വൽ ആയിരിക്കും? 22 ഈക്വൽ. അപ്പൊ x ഈക്വൽ എത്രയാ? 22 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ എത്രയാ? 11. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലൊന്നും ഒരു തരത്തിലും നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റില്ല.
ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ എക്സിന്റെ സ്ഥാനത്ത് 11 22 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കാരണം കൺഫ്യൂസിങ് ആണ്. ഒന്നാമത് ആ ഓപ്ഷൻ ആ ഇടത് സൈഡിലെ 221 + 221 മാറ്റണം. അതെപ്പോ ഓർത്ത് വെച്ചോളെ, ഇത് അവർ ഈ മോഡൽ തന്നെയാ തരുക കേട്ടോ. 221 + 221, അതായത് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ എടുക്കണം. എടുക്കുമ്പോൾ അത് ഒറ്റൊരു ഭാഗം ഒരു സംഖ്യ പോലെ ആയിട്ട് മാറും. പിന്നെ നമ്മൾ പഠിച്ച ബേസ് സെയിം ആക്കുന്ന മെത്തേഡ്, ബേസ് സെയിം ആക്കി മാറ്റുക. ബേസ് 2 സെയിം ആക്കി കഴിഞ്ഞാൽ എന്ത്, പവർ രണ്ടും ഈക്വൽ ആണെന്നുള്ളത് കിട്ടും. പവർ ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ എം ആണോ എൻ ആണോ അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക് കിട്ടും. റൂൾസ് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല വൃത്തിക്ക് അറിഞ്ഞിരിക്കണം. ഇതിലൊരു മെയിൻ ഒരു ഘടകം അതാണ്, റൂൾസ് നന്നായിട്ട് അറിയണം. അതായത് ഒരു നമ്പർ ഇങ്ങനെ കാണുമ്പോൾ റൂൾ എന്താന്നുള്ളത് പെട്ടെന്ന് അറിയണം. പിന്നെ ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്ത് ശീലിച്ചാൽ എന്ത് ചെയ്യും, കിട്ടും ഇത് ആൻസർ. ഇത് 53-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. 10⁻10 എന്ത് കൂട്ടിയാൽ 10⁻11 കിട്ടും? 10:1. 10⁻1 കൂട്ടിയാലാണോ? 10⁻1 ഓപ്ഷനിൽ ഇല്ല. എന്താ സി ആണോ വരിക? 10⁻10 എന്ത് കൂട്ടിയാൽ 10⁻11 കിട്ടും? ബി ആൻസർ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ 10⁻10 + x എന്നുള്ള രീതിയിൽ ചെയ്യാം. പക്ഷേങ്കിൽ ആ രീതി ചെയ്താൽ നിങ്ങൾക്കത് പറഞ്ഞാൽ ക്ലിയർ ആവോ എന്നുള്ളതാണ്. ഞാൻ എന്തായാലും ആ മെത്തേഡ് ഒന്ന് പറയാം ജസ്റ്റ്. ഇപ്പൊ 10⁻10 ഓക്കെ, നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അറിയില്ല, നമുക്ക് അത് കണ്ടുപിടിക്കണം. 10⁻10 + x, ആ എക്സ് ഏതോ എക്സ് എന്നുള്ള നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 10⁻11 കിട്ടും. ആ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണോ? 10⁻10 അങ്ങ് വലത്തോട്ട് കൊണ്ടുപോകണം. സോ 10⁻11 മൈനസ് എന്ത് കിട്ടുക? 10⁻10 എന്ന് എടുക്കാം. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇതാണ് അതിന്റെ ശരിക്കുള്ള മെത്തേഡ് നടന്ന ഇതാണേ. ഇതൊന്ന് ഓർത്ത് വെച്ചോ. 10⁻11 എന്ത് കുറച്ചാൽ മതി? 10⁻10 കുറച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇപ്പൊ 5 എന്താണ് എന്ത് കൂട്ടിയാൽ 8 കിട്ടും എന്ന ആൻസർ കണ്ടുപിടിക്കുക എങ്ങനെയാ? 5 എന്ത് കൂട്ടിയാൽ 8 കിട്ടും എന്നുള്ള ആൻസർ കണ്ടുപിടിക്കുക. 8 കുറക്കലാണ്. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. 10⁻11 10⁻10 കുറക്കുകയാണ് ചെയ്യുന്നത്. ആ കുറക്കുന്ന മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. 10⁻11 10⁻10 കുറക്കുന്നത് എങ്ങനെയാണെന്നല്ല നോക്കിക്കോ. ആദ്യം 10⁻11 മാറ്റിയൊന്ന് എഴുതാം. മാറ്റി എഴുതാന്ന് വെച്ചാൽ 10⁻11 എങ്ങനെ എഴുതണം? 10⁻1 × 10⁻10 എന്ന് എഴുതണം. അത് എഴുതാലോ, അത് നമ്മൾ റൂളാണ് കേട്ടോ. 11 ഞങ്ങൾക്കറിയാം 10⁻1 10⁻11 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ആൻസർ എത്ര കിട്ടുക? 10⁻1 10⁻10 മൾട്ടിപ്ലൈ ചെയ്താൽ 10⁻11. നമ്മൾ ആ റൂൾ ഇങ്ങോട്ടാണ് പഠിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കേസിൽ പക്ഷെ റിവേഴ്സ് ആയിട്ട് അങ്ങോട്ടേക്കാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, അത് 10⁻11 മാറ്റിയിട്ട് എന്താക്കാം? 10⁻1 × 10⁻10 എന്ന് എഴുതും. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാലേ, 2 സൈഡിലും കോമൺ ആയിട്ടുള്ള നമ്പറിങ് എടുക്കുക പുറത്തേക്ക്. 2 സൈഡിലും കോമൺ ആയിട്ട് 10⁻10 ഉണ്ട്. അപ്പൊ 10⁻10 ഞാൻ ഇനി പുറത്തേക്ക് എടുക്കുവാണേ. അങ്ങനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പുറത്തെടുക്കുക? ഇവിടെ ആര് ബാക്കിയാവും? 10⁻1 ബാക്കിയാവും. വലത്ത് സൈഡിൽ 10⁻10 എന്ന് വെച്ചാൽ 10⁻10 × 1 ഉണ്ട് അവിടെ കേട്ടോ.
എല്ലപ്പോ അവിടെ ജസ്റ്റ് ഒരു 1 എന്നുള്ള നമ്പർ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും, -1 ആവും. സോ അതിന്റെ അർത്ഥം 10⁻10 ഇൻറ്റു 10⁻1 എന്ന് വെച്ചാൽ എത്രയാ? 10 തന്നെ. 10 1 കുറച്ചാലോ 9. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. എന്ത്? 10⁻10 ഇൻറ്റു 9 അല്ലെങ്കിൽ 9 ഇൻറ്റു 10⁻10. 9 ഇൻറ്റു 10⁻10. നോക്ക്, ഇതില് വേറെ എന്താ മെത്തേഡ് ഉണ്ടോ നോക്കിയാൽ. ഇതാണ് അതിന്റെ ശരിക്കും ചെയ്യുന്ന മെത്തേഡ് കേട്ടോ. ശരിക്കും ചെയ്യുന്ന മെത്തേഡ് അതാണ്. അല്ലാതെ ഓപ്ഷൻ എടുത്തിട്ടത് ഓരോന്ന് കൂട്ടി നോക്കിയാൽ, പക്ഷെ അത് ഓരോന്നെടുത്ത് കൂട്ടി നോക്കേണ്ടി വരും. പക്ഷെ എല്ലാത്തും കുറച്ച് കോംപ്ലിക്കേറ്റ് ആവും. കാരണം നിങ്ങൾ ഓരോ ഓപ്ഷൻ എടുത്തിട്ട് കൂട്ടിയിട്ട് 10⁻11 ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരും. അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കേട്ടോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇപ്പൊ 10⁻10 എന്ത് കൂട്ടിയാൽ 10⁻11 കിട്ടും. ഈ ഒരു മോഡൽ വന്നാൽ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ആ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കുക. അതായത് 5 എത്ര കൂട്ടിയാലും 8 കിട്ടുന്നുള്ള ആൻസർ എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് ആദ്യം ചിന്തിച്ചു നോക്കുക. 8 5 കുറപ്പാണ് വേണ്ടത്. അപ്പൊ 10⁻11 10⁻10 കുറപ്പാണ് വേണ്ടത്. ഇനി രണ്ട് ഭാഗത്തും ഒരേപോലെയുള്ള ഒരു സംഖ്യ ആക്കിയിട്ട് പുറത്തേക്ക് എടുക്കണം. അതിപ്പോ ആക്കാൻ പറ്റുന്നത് 10⁻11 ആക്കാൻ പറ്റും. കാരണം 10⁻11 10⁻1 ഇൻറ്റു 10⁻10 എന്ന് എഴുതാം. അതിലൊന്നും ഡൗട്ടില്ലല്ലോ. അങ്ങനെ മാറ്റി എഴുതിയാല് രണ്ടിന് കോമൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു സംഖ്യ കാണാൻ പറ്റും. ഇവിടെ ഇപ്പൊ 10⁻10 ആണ് രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ള. ആ കോമൺ ആയിട്ടുള്ള സംഖ്യനെ ഇങ്ങനെ ഇടത്തോട്ടേക്ക് ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ ബാക്കി വരുന്ന സംഖ്യ ഏതാ നോക്കാം. ഇവിടെ 10⁻1 ഉണ്ടാവും. 10⁻1 എന്ന് വെച്ചാൽ 10 തന്നെയാണ്. ഇവിടെ 10⁻10 പുറത്തെടുത്ത 1 ബാക്കി ഉണ്ടാവും. 0 ഒന്നും എഴുതരുതേ, 1 ബാക്കി ഉണ്ടാവും. അപ്പൊ 10⁻10 ഇൻറ്റു 10 - 1 ചെയ്താൽ എത്ര കിട്ടും? 9. ഇതുപോലെ ക്വസ്റ്റ്യൻസ് 1 2 ഞാൻ നോക്കട്ടെ. ഇവിടുന്ന് ഉണ്ട്, മുന്നേ ചോദിച്ചതുണ്ട്. PSC ഒക്കെ അതൊക്കെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ അത് ഇട്ടുതരാം. ഞാൻ ഒരു 1 2 മോഡൽ ചെയ്ത സംഭവം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു മോഡൽ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇതില് പറഞ്ഞേ ഡൗട്ട് ഉണ്ടോ എന്ന് പറഞ്ഞ ഇതില് ഈ ചെയ്തതില്. എനിക്കറിയാം കുറച്ച് പേർക്ക് എന്തായാലും ഡൗട്ട് ഉണ്ടാവും. കാരണം ഇത് ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് റൂൾസ് ഉപയോഗിക്കാത്തവരാണെന്ന് എന്ത് ചെയ്യും, ആ ഡൗട്ട് അങ്ങനെയാണ് വരും. മനസ്സിലായി ഒട്ടും ക്ലിയർ ആയിട്ടില്ല. മനസ്സിലായി. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുവേ. നിങ്ങൾ അത് ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ആൻസർ കിട്ടണമെന്നില്ല. കാരണം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് റൂൾസ് നിങ്ങൾ അങ്ങനെ പഠിക്കൂ. അതേ വഴിയുള്ളൂ. ചെയ്തിട്ട് തന്നെ പഠിക്കലേക്ക് വഴിയുള്ളൂ. കാരണം ഇത് ബൈഹാർട്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ബൈഹാർട്ട് ആക്കി കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ പറയാന്നല്ലാണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പ്രോബ്ലത്തിൽ തന്നെ ചെയ്ത് എന്ത് ചെയ്യണം, ഒന്ന് പരിചയമായിട്ട് വരണം. ക്വസ്റ്റ്യൻ തരും, നിങ്ങൾ ഇപ്പൊ 2 സ്റ്റെപ്പാണ്, 2 സ്റ്റെപ്പ് അത് ചെയ്യാം. അത് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് മാത്രം ആൻസർ നോക്കിയാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് തരുമ്പോൾ, തന്നു കഴിയുമ്പോൾ. കാരണം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിങ്ങൾക്ക് എക്സ്പോണൻസിൽ വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ചോദിക്കും. അപ്പം കിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരു വിഷമായിരിക്കും പിന്നെ അത്. കാരണം വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാണ്ട് ആ രീതി ചോദിക്കാണ്. ഇവിടെ നോക്കിയാൽ 49 നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെയുള്ള ഒരു മോഡലായത്. 3⁻33 പ്ലസ് 3⁻33 പ്ലസ് 3⁻33 ഈക്വൽ ടു 9x. ഇതൊക്കെ ഒരു മോഡലാണ്. ഇതെങ്ങനെയാ മാറ്റി എഴുതുക? പറഞ്ഞേ. 3⁻33 പ്ലസ് 3⁻33 പ്ലസ് 3⁻33 ഈക്വൽ ടു 9x. പറ. നമ്മൾ കുറച്ച് മുന്നേ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മോഡൽ അല്ലെ? 2 ഉണ്ടാവുന്നത് ബേസ് ഒക്കെ സെയിം ആകുമ്പോ പവർ സെയിം ആക്കണം. അങ്ങനെ ആ ബേസ് സെയിം ആക്കണം. പക്ഷെ ബേസ് സെയിം ആക്കണമെങ്കിൽ നമ്മൾ ഒരു നമ്പർ മാത്രം ഇടത് സൈഡിൽ, ഒരു നമ്പർ മാത്രം വലത് സൈഡിൽ എന്നുള്ള കോലത്തിലായിരിക്കണം. ആ രീതിയിൽ ആവുമ്പോൾ മാത്രമേ പറ്റൂ. കാരണം ഇവിടെ ഇപ്പൊ ഒരു സംഖ്യ മാത്രമല്ല ഇടത് സൈഡിലുള്ള. ഇടത് സൈഡിൽ 3 സംഖ്യകൾ കൂട്ടുന്ന രീതിയിലാണ്.
അത് നമ്മൾ ഒറ്റ സംഖ്യ ആക്കിയിട്ട് മാറ്റണം, ഒറ്റ ഒന്നാക്കിയിട്ട്. 3 into 3 raised to 33. അതെ അതെ, ഞാൻ പറഞ്ഞു 3 പ്രാവശ്യം ഇവിടെ കൂട്ടുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം കൂട്ടുന്നത് എന്തിനു തുല്യ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് തുല്യ. 3 പ്രാവശ്യം കൂട്ടുന്നത് എന്തിനു തുല്യ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് തുല്യ. അപ്പൊ ഇത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ നമുക്ക്. ഒരേ സംഖ്യ തന്നെ 3 പ്രാവശ്യം കൂട്ടുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 3 into 3 raised to 33 എന്ന് കിട്ടി, ഈക്വൽ ടു 9 raised to x. ഇനി പറഞ്ഞേ 3 into 3 raised to 33 എത്രയാ? 3 raised to 34. 3 raised to 30. അതായത് 3 എന്ന് വെച്ചാൽ 3ന്റെ പവർ ആയിട്ട് ഇവിടെ ഒന്നുണ്ട്. നമ്മളിപ്പോ പഠിച്ച ഫസ്റ്റ് റൂള് a raised to m into a raised to n എന്നുള്ള റൂള്, a raised to m plus n ഫസ്റ്റ് പഠിച്ചില്ലേ? എക്സ്പോണൻസിലെ ഫസ്റ്റ് റൂൾ ഇതാ, ഈ റൂൾ. അതായത് 2 പവർ ഒരേ ബേസുള്ള 2 നമ്പറുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ആണ്. a raised to m plus n വരും. ഇവിടെ ഇപ്പം 3 raised to 2 3 raised to 5 മൾട്ടിപ്ലൈ ചെയ്താല് 3 raised to 2 plus 5 ചെയ്യുന്ന പോലെ. അപ്പൊ ഇവിടെ 3 raised to 1 3 raised to 3 33 മൾട്ടിപ്ലൈ ചെയ്താൽ 3 raised to 34 ഈക്വൽ ടു 9 raised to x. ഈ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബേസ് സെയിം ആക്കണം കേട്ടോ. അതുവരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ബേസ് സെയിം ആക്കുന്നത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഒറ്റൊന്ന് വലത് സൈഡിലും ഒറ്റൊന്ന് ഇടത് സൈഡിലും എന്നുള്ള രീതിയിലായിരിക്കണം. അല്ലാതെ കൂട്ടുന്ന കുറക്കുന്ന 2 നമ്പേഴ്സ് ഉണ്ടാവരുത്. ഇനി നമുക്ക് ഇവിടെ നോക്കാം, ബേസ് ഇവിടെ 3 ആണ് 9 ആണ്. ഏതിലേക്ക് മാറ്റണം? ഏതിലേക്ക് മാറ്റണം? 3നെ മാറ്റണോ അല്ലെ 9നെ മാറ്റണോ? 3നെ 9നെ മാറ്റണം അല്ലെ. ഞാൻ പറഞ്ഞ ഏറ്റവും ചെറുതിലേക്ക് മാറ്റണം എല്ലാത്തിനും. അപ്പൊ 9നെ മാറ്റിയിട്ട് 3ന്റെ രീതിയിലേക്ക് എഴുതണം. 3ന്റെ രീതിയിൽ ഏതെങ്ങനെയാ? 9നെ 3 raised to 2 3 സ്ക്വയർ. പിന്നെ ഒരു പവർ എക്സ് അവിടെ ഉണ്ടേ, അത് മറന്നു വേണ്ട കിട്ടുവാൻ. 9 raised to x ന്റെ x ആണ് അത്. സോ ഒന്നുകൂടി മാറ്റിയാൽ 3 raised to 34 ഈക്വൽ ടു 3 raised to ഞാൻ പറഞ്ഞ a raised to m raised to എന്ന് വെച്ചാൽ എന്താ? 2 പവർ മൾട്ടിപ്ലൈ ചെയ്യാം. 2x മൾട്ടിപ്ലൈ എത്രയാ? 2x. റൂളാണേ, റൂള് പഠിക്കണേ നിങ്ങൾ കേട്ടോ. ഇതാ ആ റൂളാണ് ഇപ്പൊ ഉപയോഗിച്ച റൂളാണ് ഇത്. a raised to m all raised to n, a raised to m into n ഇതുപോലെ വന്നാൽ അതാണ് ഇപ്പൊ ഉപയോഗിച്ചത്. 3 raised to 2 raised to x. അപ്പൊ 2x മൾട്ടിപ്ലൈ ചെയ്യാം, 2x ആക്കി. ബേസ് 2 സെയിം ആണെങ്കിൽ പവർ സെയിം ആയിരിക്കും. അതിന്റെ അർത്ഥം 2x ഈക്വൽ ടു എത്രയായിരിക്കും? 34. 2x 34 ആണ്. x എത്രയാ? 34 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാല് എത്രയാ? 17. 17 കേട്ടോ. ഇതൊന്ന് ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. ആ രീതിയിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ മെത്തഡ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിങ്ങനെ തരൂ. 3ന്റെ നോക്ക്, 3ന്റെ പവർ തന്നിട്ട് 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരും. അടുത്ത 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ന്റെ ബേസ് ആയിട്ടുള്ള സംഖ്യ തരും. കാരണം അല്ലാതെ ഇതിപ്പോ 4 into 3 raised to 3 എന്നുള്ള രീതിക്ക് തന്നത് നമുക്ക് ഒരിക്കലും അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ കേട്ടോ, നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് പറ്റില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരില്ല. അതുകൊണ്ട് അടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നതായിരിക്കും. 3 raised to 33 പ്ലസ് 3 raised to 33 പ്ലസ് 3, അതായത് 4 പ്രാവശ്യം ഉണ്ട്. അപ്പൊ നിങ്ങളായിരിക്കും 4 into 3 raised to 33 എഴുതിയിട്ട് മാറ്റാലോ. അങ്ങനെ മാറ്റാൻ പറ്റില്ല. പറ്റാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ക്വസ്റ്റ്യൻ തരില്ല. നിങ്ങൾക്ക് തരുമ്പോ എപ്പോഴും എന്ത് ചെയ്യാം? ഈ രീതിയിലേ തരും. പക്ഷെ പവർ മാറ്റാം. പവർ ചിലപ്പോൾ അവർ മാറ്റും. 33ന് പകരം ചിലപ്പോൾ അടുത്ത് തരുന്ന 10 ആയിരിക്കും. അത് നമ്മൾ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാറി മാറി വരാം. പക്ഷെ 3 into എന്നുള്ളത് മാറില്ലായിരിക്കും. അടുത്ത 2 ആണെങ്കിൽ 2 പ്രാവശ്യം കൂട്ടുന്ന രീതിയിൽ ആ രീതിയിലേ തരും. ഇപ്പൊ 2 ഇങ്ങനെ തരാം. ചിലപ്പോ 2 raised to 5 പ്ലസ് 2 raised to 5 ഈക്വൽ ടു എന്താണ്? 8 raised to x. ഇങ്ങനൊക്കെ തരാം. ഇങ്ങനെ തന്നാ എങ്ങനെ ചെയ്യേണ്ടത്? 2 raised to 5 2 raised to 5 2 പ്രാവശ്യം കൂട്ടാം. അപ്പൊ 2 into 2 raised to 5 എന്ന് തരും. എഴുതണം മാറ്റിയിട്ട്. ഈക്വൽ ടു 8 raised to x എന്ന് എഴുതാം. അപ്പൊ ഇതെത്രയാ കൂട്ടി കഴിഞ്ഞാല്? 2 raised to 1 2 raised to 5 ഗുണിച്ചാൽ എത്ര വരും? 2 raised to 6. അപ്പൊ 2 raised to 6 ഈക്വൽ ടു 8 raised to x എന്ന് കിട്ടും. ഇനി ബേസ് സെയിം ആക്കണം. ഇങ്ങനെ ഒരു നമ്പർ ആയി കഴിഞ്ഞാൽ ബേസ് സെയിം ആക്കണം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. അപ്പൊ 8നെ താഴോട്ടേക്ക് മാറ്റിയിട്ട് 2ലേക്ക് മാറ്റാം. അപ്പൊ 2 raised to 6 ഈക്വൽ ടു 8നെ എങ്ങനെ മാറ്റിയതാ?
2⁻3 ആണ് 8. അപ്പോ ഇങ്ങനെ റേസ് ടു എക്സ് എന്ന് എഴുതാം. അപ്പൊ 2⁻6 ഈക്വൽ ടു 2⁻3⁻6 എന്ന് വെച്ചാൽ 3x ആണേ. 2⁻3x. അപ്പൊ രണ്ടിന്റെ ബേസ് സെയിം ആയി അതിന്റെ അർത്ഥം പവർ ഈക്വൽ ആയിരിക്കും. അപ്പൊ 3x ഈക്വൽ ടു 6 എന്ന് എഴുതാം. x ഈക്വൽ ടു 6/3 ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 2 എന്ന് കിട്ടും. നോക്കി ഇതില് ഇന്നത്തെ നമ്മളെ ഇത്രയും മോഡൽസേ ഉള്ളൂ. ഈ മോഡൽസ് നല്ല വൃത്തിക്കൊന്ന് പഠിച്ച ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞേ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അതിന്റെ ആൻസർ വിട്ടു തരാം. തന്നിരിക്കുന്ന ആ മോഡൽസ് തന്നെ മാക്സിമം ചെയ്യും കേട്ടോ. അവർ ചോദിക്കുന്ന മോഡൽസ് തന്നെ മാക്സിമം ചെയ്യും. ഈ ഒരു ടൈപ്പ് 1, 2, 3 മോഡൽസ് ഉണ്ട്. പഠിക്കാനായി വിട്ടുകളയരുത്. കാരണം ഇൻ കേസ് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. കാരണം ഇതൊന്നും ഇല്ല, ഒരു 4-5 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. അധികം ടൈമൊന്നും അതിൽ കളയാനില്ല. പറഞ്ഞേ, ഡൗട്ട് എന്തെങ്കിലും ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള? ഓക്കെ, നോക്കട്ടെ. റെഡി? അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ ഇതില് ആ റൂൾസ് ഇല്ലേ, 1-2 നമ്പേഴ്സ് എടുത്തിട്ട് ഈ റൂൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്പേഴ്സ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒന്ന് മാറ്റിയിട്ട് ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സ് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. ഈ റൂൾസ് ഇങ്ങനെ ഇതുപോലെ ബൈഹാർട്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യം എന്താ വെച്ചാൽ നമ്പേഴ്സ് അങ്ങനെ വന്നാല് ഇതുപോലെ വന്നാല് മാറ്റിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിലെപ്പോ വേണ്ട, നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൂൾ ഒന്നിതും മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പ് ഇതല്ല, താഴെ ഇതും. ഈ 3 റൂള് നമ്മൾ ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടേ. ഇത് നിർബന്ധമായിട്ട് പഠിച്ചു. ഞാൻ ടിക്കറ്റ 3 റൂൾസ്. ഓക്കെ, ഈ റൂൾസ് ഒന്ന് നിങ്ങളൊന്ന് വൃത്തിക്ക് പഠിക്കുക. നാളെ ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് എടുത്ത ടൈപ്പിലുള്ള മോഡൽസ് തരാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി നോക്ക്. ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ചെയ്തതിന്റെ ആൻസർ ഇട്ടുതരാം. നിങ്ങൾ ഡൗട്ട് ഒന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് കേട്ടോ. ഏതെങ്കിലും റൂൾസിൽ ഡൗട്ട് ഉണ്ടെങ്കിലും അതേപോലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത മെത്തേഡിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യും. കാരണം എല്ലാ സബ്ജക്റ്റും വരുന്നുണ്ട്. മാത്സ് നിങ്ങൾ ഇതിന്റെ ഇടക്ക് കിട്ടുന്ന ടൈമിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്താലേ നിങ്ങൾ എന്ത് ചെയ്യും, റെഡി ആയിട്ട് വരും. നമുക്ക് ബൈഹാർട്ട് ആക്കിയിട്ടൊന്നും ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് മാത്സ് എന്ത് ചെയ്യില്ല, ഇമ്പ്രൂവ് ആവില്ല. ഇപ്പൊ എന്ത് ചെയ്യണം, കുറച്ച് നോക്കിയിട്ട് പോകണം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിലിട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യാം, നാളെ ഇടാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ.